ഹായ് ഫ്രണ്ട്സ്, അനൂസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി വെട്ടിക്കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ റവ, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ഓയിൽ, പിന്നെ എസെൻസ്. ഞാനിവിടെ പൈനാപ്പിൾ എസെൻസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസെൻസാണ് ഉള്ളത് വെച്ചാൽ അതെടുക്കാം. പിന്നെ 2 മുട്ട, ഉപ്പ്, ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളറിംഗ് ഉള്ളവർ അത് യൂസ് ചെയ്താലും മതി. നമുക്ക് മുട്ട പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടില്ല, അത് നമ്മൾ മുട്ടയിലേക്ക് ഇട്ടിട്ട് എസെൻസും ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരു 2-3 തുള്ളി മാത്രമേ എസെൻസ് ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ മാവ് കുറച്ച് ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മാവിൽ ഇതുപോലെ ലൂസാവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടോട്ടൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വേണ്ടിനെ നമ്മളുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കേക്കിന് ഒരു ചതുരത്തിലുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ ചതുരാകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വെട്ട് കേക്കിൻ്റെ ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ 4 വെട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് വെട്ടുകേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വേഗം ബ്രൗൺ കളറായിട്ട് വരും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ വേറെ രീതിയിലാണ് ഈ കേക്കുകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ക്രിസ്പിനെസ്സിലും ടേസ്റ്റിലുമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.